ജോലിയുള്ള മിക്ക ആൾക്കാർക്കും സാലറി അക്കൗണ്ട് ആണുള്ളത്. ഈ സാലറി അക്കൗണ്ടുകൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നൽകുക എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ സാലറി അക്കൗണ്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സീറോ ബാലൻസ് ആണെങ്കിലും ചാർജ് ഈടാക്കുകയില്ല എന്നുള്ളതാണ്. അതായത് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. നിശ്ചിത തുക സൂക്ഷിക്കണമെന്ന നിബന്ധനയില്ലാത്തതിനാൽ പിഴ ഈടാക്കുമെന്ന പേടിയും വേണ്ട. നോർമലി സേവിങ്സ് അക്കൗണ്ടിലൂടെ നമുക്ക് 5 തവണയാണ് ATM-ലൂടെ പണം പിൻവലിക്കാൻ പറ്റുക. പക്ഷെ നമ്മുടെ സാലറി അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സെയിം ബാങ്കിന്റെ സെയിം ATM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പണം പിൻവലിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ ഉയർന്ന ശമ്പളമാണ് ക്രെഡിറ്റ് ആകുന്നത് എന്നുണ്ടെങ്കിൽ ചില ബാങ്കുകൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ഇതിൽ ആരോഗ്യ ഇൻഷുറൻസും അപകട ഇൻഷുറൻസും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൽ വിദ്യാഭ്യാസ വായ്പ, ഭവന വായ്പ, വ്യക്തിഗത വായ്പ, വാഹന വായ്പ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ക്രെഡിറ്റ് കാർഡ്. പല സാലറി അക്കൗണ്ടുകൾക്കും ചില ബാങ്കുകൾ ഇത്തരത്തിൽ ഫ്രീ ക്രെഡിറ്റ് കാർഡുകൾ നൽകാറുണ്ട്. സാലറി അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. 2 മാസത്തെ നെറ്റ് സാലറിക്ക് തുല്യമായ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം അക്കൗണ്ട് ഉടമകൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സാലറി അക്കൗണ്ടിൽ എല്ലാ മാസവും കൃത്യമായ തുക സാലറി ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആവേണ്ടതുണ്ട്. അതല്ലാതെ ഇതിനൊരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സാലറി അക്കൗണ്ടിനെ സേവിംഗ് അക്കൗണ്ട് ആയിട്ട് ബാങ്കുകൾ മാറ്റുന്നതാണ്.